സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പാറ്റ വിവാദ പരാമർശത്തിൽ നിന്ന് ജനിച്ച CJP എന്നുള്ളൊരു പ്രസ്ഥാനം ഇന്ത്യയിലെ യുവാക്കളുടെ രാഷ്ട്രീയ ഭാവിയായി നമ്മളിപ്പോ കാണുന്ന ഒരു പ്രസ്ഥാനം. 36 ദിവസം നമ്മുടെ ഇന്ത്യയിലെ കുട്ടികൾ പൊരുതി നേടിയ ഒരു വിജയമാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ട ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷനിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു സർക്കാരിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ളൊരു നേട്ടം കൊണ്ടുവന്ന നമ്മുടെ ഭാവിയായ കുട്ടികൾ ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ഇതൊരു അന്തിമ വിജയമായി നമുക്ക് കാണാൻ പറ്റുമോ? ഇതിനകത്ത് നമ്മൾ ഈ ഒരു വിഷയത്തെ പലരും മനസ്സിലാക്കുന്നത് തന്നെ ഒരു സുപ്രീം കോടതി ജഡ്ജി ഇങ്ങനെ ഒരു പാറ്റ പരാമർശം നടത്തുന്നു, അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നു, എന്നിട്ട് നമ്മൾ കാണുന്നത് അത് നമുക്ക് വളരെ ഉപരിവിപ്ലവമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതൊരു കുറേ കാലങ്ങളായിട്ട് ബിൽഡ് ചെയ്ത ഒരു പ്രഷർ ആണ്. അതിപ്പോൾ നമ്മളൊരു ഈ വോൾക്കാനിക് ഇറപ്ഷൻ നമ്മൾ കാണുമ്പോൾ അത് കുറേ കാലങ്ങളായിട്ടൊരു പ്രഷർ ബിൽഡായിട്ട് ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു ക്രേറ്ററിലൊരു കല്ലെടുത്ത് എറിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വിഷയത്തെ ഇതൊരു അന്തിമ വിജയമാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് വിഷയം, എന്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാലേ നമുക്ക് ഇതൊരു അന്തിമ വിജയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോകണം. കുറച്ച് ദശാബ്ദങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് ചില കഥകൾ നമ്മളോട് ആളുകൾ പറയുന്നുണ്ട്. കഥകൾ ഇങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, നമുക്ക് പണിക്ക് പോയാൽ നമുക്ക് ജീവിക്കാം, നമുക്ക് എന്തിനാണ് രാഷ്ട്രീയം, നമ്മളെന്തിനാണ് സംഘടിക്കുന്നത്, നമ്മളെന്തിനാണ് സമരം ചെയ്യുന്നത്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അത് പല പല രീതിയിലാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അത് സിനിമകളിലുണ്ട്. നമ്മൾ സന്ദേശം സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. സന്ദേശം സിനിമകളിലൊക്കെ അവസാനം പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം നീ നന്നാവണം, പിന്നെ നിൻ്റെ കുടുംബം നന്നാവണം, എന്നിട്ട് മതി നീ നാട് നന്നാക്കാൻ എന്നൊക്കെ പറയണം. അപ്പം ഈ 90കളിൽ തൊട്ടുള്ള ഒരു സംഭവമാണ്. ആ ഒരു ടൈം പീരീഡ് മൊത്തം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിയിൽ നിന്നുള്ള ഈ ഫോറിൻ കമ്പനീസ് വന്നിട്ട് നമ്മളെ രക്ഷിക്കും എന്നൊരു ഒരു സ്വപ്നം ഇന്ത്യക്കാർക്ക് ഇവർ വിറ്റിരുന്നു. അതാ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ കാലം തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ കമ്പനികൾ വരുന്നു, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് ക്യാപിറ്റൽ വരുന്നു. പക്ഷേ ഇവരെല്ലാം തന്നെ ഒരു വളരെ മൈനോറിറ്റി ഓഫ് ദി മൈനോറിറ്റി ആളുകൾക്ക് മാത്രമാണ് ബെനിഫിറ്റ് കൊടുത്തത്. നമ്മളിന്ന് വലിയ വലിയ കമ്പനികളൊക്കെ കാണുന്നുണ്ട്, ശരിയാണ്, വലിയ വലിയ കമ്പനികൾ കാണുന്നുണ്ട്, IT പാർക്കുകൾ കാണുന്നുണ്ട്, വലിയ ഇൻ്റർനാഷണൽ കമ്പനികൾ പല പല സിറ്റിയുടെ പല പല രാജ്യത്തിൻ്റെ പല പല സിറ്റികളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷം ആളുകൾക്ക് മാത്രമാണ് ഇത്തരം തൊഴിൽ സാധ്യതകൾ കൊടുത്തത്. അപ്പോൾ അത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ റിയലൈസ് ചെയ്തു അങ്ങനെ വന്ന ഒരു പ്രഷർ റിലീസ്. ആദ്യത്തെ പ്രഷർ റിലീസ് നടക്കുന്നത് ഇപ്പോഴല്ല, അത് നടക്കുന്നത് ഒരു 15 വർഷം മുമ്പാണ്. 2011 ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് വന്നു. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇതുമാതിരി തന്നെയുള്ള മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള ഒരുപാട് അന്നത്തെ യൂത്തായിട്ടുള്ള ആളുകളായിരുന്നു അതിൽ പങ്കെടുത്തത്. അപ്പോൾ അവരന്ന് അതിനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറപ്ഷനാണ്, അഴിമതിയാണ്. അതായത് അവർക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കഥകൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമുക്ക് സുഖകരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, നമ്മൾ പണിയെടുത്താൽ മതി, നമുക്ക് നല്ല കൂലി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാതെ വന്നപ്പോൾ ആളുകൾ കരുതിയത് അത് കറപ്ഷൻ കാരണമാണ്. കാരണം സിസ്റ്റത്തിന് പ്രശ്നമൊന്നുമില്ല, സിസ്റ്റത്തിനകത്ത് ചില കൃമികീടങ്ങളാണുള്ളത്, അവരെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം മാറ്റും എന്ന് പറഞ്ഞൊരു പൊട്ടിത്തെറിയായിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ. പക്ഷെ അതിൻ്റെ ഗുണഭോക്താവ് എന്തായിരുന്നു? അത് കൂടുതൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ വലതുപക്ഷത്തെ കൊണ്ടുവന്നു. കുറച്ചും കൂടെ വലതുപക്ഷം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ആ ഒരു പാർട്ടി വന്നതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്തു. ആ പാർട്ടി എന്താണ് ചെയ്തത്? ആ പാർട്ടി വന്നിട്ട് കൂടുതൽ ഈ സാധാരണ ആളുകളുടെ ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ കൂടുതൽ എന്താ പറയുന്നത് ഞെരുക്കുന്ന രീതിയിലുള്ള പോളിസികളാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ആ ഒരു രണ്ടാമത്തെ പ്രഷർ റിലീസാണ്. ഇപ്പോഴും പക്ഷേ ഈ മൂവ്മെൻറ്റ് നടക്കുമ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാരണം ഈ പേപ്പർ ലീക്ക് എന്നൊരൊറ്റ വിഷയമല്ല ഇവിടെ നടക്കുന്നത്. ഈ പേപ്പർ ലീക്ക് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയം കുട്ടികളിൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുട്ടികൾക്കും ഇത്തരം പേപ്പർ ലീക്കുകൾ എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൻ്റെ എൻഡാണ്. ദർ ഇസ് നോ അതർ ഓപ്ഷൻ.
തൊഴിലില്ലായ്മ, ഇങ്ങനെയുള്ള പുതിയ തൊഴിൽ കിട്ടണമെങ്കിൽ ഇത്രയും വലിയ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. പ്രിവിലേജ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല കാശ് ഇറക്കണം. അത് ഞാൻ ഇവിടെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ ഈ കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലെടുക്കുന്ന പേരൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവരുടെ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഈ കുട്ടികളെ രക്ഷിക്കും എന്നതാണ്. അത് പഠിക്കാത്ത കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. പണ്ട് പഠിച്ചാൽ മതി നീ രക്ഷപ്പെടുമെന്നായിരുന്നെങ്കിൽ ഇന്ന് പഠിച്ചിട്ടും നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതില്ല. ഈ പഠിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് 5 ലക്ഷം 6 ലക്ഷം കൊടുക്കണം. ഇപ്പം നീറ്റ് പരീക്ഷയുടെ സംഭവം മാത്രം എടുത്താൽ തന്നെ നിങ്ങൾക്ക് നീറ്റ് കോളേജിൽ കിട്ടണമെങ്കിൽ പോലും അതിന് മുമ്പ് നിങ്ങൾക്ക് ലോൺ എടുക്കണം. വീട്ടുകാർ ലോൺ എടുത്ത് എന്താണ്? കോച്ചിങ്ങിന് വിടുക. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ലോൺ എടുത്ത് കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നത്തെ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഈ CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു BJP കാര്യകർത്താവിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കാണുമായിരുന്നു. BJP കാര്യകർത്താവാണ് അയാൾ. പക്ഷേ അയാൾ CJP പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുക. അയാൾ പറയുന്നത് ഞാൻ BJP കാര്യകർത്താവാണ്, പക്ഷേ എൻ്റെ മകൻ ഈ എന്താ പറയുക നീറ്റ് പഠിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തിട്ടാണ് കോച്ചിങ്ങിന് വിട്ടത്. എന്നിട്ടാണ് ഈ ലീക്ക് നടക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത് എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. പഠിക്കാൻ പോലും ലോൺ എടുക്കണം. അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എഡ്യൂക്കേഷൻ അൺഅഫോർഡബിൾ ആവുന്നു, അത് ഇൻഅക്സസിബിൾ ആവുന്നു. ഇനി എഡ്യൂക്കേഷൻ കിട്ടിയാൽ പോലും തൊഴിലില്ലായ്മ വരുന്നു. ഇതിൻ്റെ ഒരു ഓവറോൾ റിസൾട്ടായിരുന്നു ഈ പ്രഷർ. അപ്പോഴാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു പാറ്റകളെ പോലെ നിൽക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് ട്രിഗർ പോയിന്റ്. അങ്ങനെയാണ് ഈ സംഭവം. അപ്പം ഇതും കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്തു എന്നതുകൊണ്ട് ഇവിടെ വലിയ നേട്ടം ഉണ്ടാകത്തില്ല. ശരിയാണ്, ഒരു രാഷ്ട്രീയപരമായി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ 15 കൊല്ലം ഭരിച്ച നമ്മുടെ ഈ 12 കൊല്ലമാവുന്നു. 12 കൊല്ലം ഭരിച്ച നമ്മുടെ BJP മുന്നണിക്ക് ഒരു ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഇതുവരെ അവർ അൺചാലഞ്ച്ഡ് ആണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഈ പ്രക്ഷോഭം കാരണം ഒരു മന്ത്രി റിസൈൻ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതൊരു അന്തിമ വിജയം അല്ലെങ്കിൽ ഇതൊരു വലിയ വിജയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം സിസ്റ്റം മാറിയിട്ടില്ല. ഈ സിസ്റ്റത്തെ നോക്കി നടത്തുന്ന ഒരാൾ മാത്രമാണ് മാറിയിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ മാറി വന്ന ആളും എന്താണ് ചെയ്യാൻ പോകുന്നത്? അയാളും ഇതേ പ്രോസസ്സ് തന്നെയാണ് മുമ്പോട്ട് വെക്കാൻ പോകുന്നത്. കാരണം എന്താണ്, ഇവിടെ എപ്പോഴും NTA എന്ന് പറയുന്ന നിയമമുണ്ട്. ഈ സെൻട്രൽ ഏജൻസി ടെസ്റ്റ് ഉണ്ട്. ആ സെൻട്രൽ ഏജൻസി എന്താണ് ചെയ്യുന്നത്? ഈ കുറേ പ്രൈവറ്റ് വെൻഡേഴ്സിന് എക്സാം നടത്താനുള്ള സംഭവം അവരും ഇത് തന്നെ ചെയ്യും. അപ്പോൾ വീണ്ടും ഇതുണ്ടാവും. ഇനി എത്ര നാളുകൾക്കുള്ളിൽ ഉണ്ടാവും. അപ്പം ഇനിയെങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെ ഇന്ന ആൾ രാജിവെക്കണം എന്നല്ല. അൺഫോർച്ചുനേറ്റ്ലി CJPക്ക് അത് മാത്രമേ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം CJP എന്ന് പറയുന്നത് നമ്മൾ അവരെ അനുകൂലിക്കുമോ അല്ലെങ്കിൽ അവരിത്ര സമര വിജയം നടത്തിയെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇതൊരു അധികം പൊളിറ്റിക്കൽ നോളജ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ നടത്തിയ സംഭവമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലിമിറ്റഡ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത്. ഈ CJP പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ തന്നെ, CJP പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ തന്നെ അന്നേ ഈ ഇടതുപക്ഷ പാർട്ടികൾ, സ്റ്റുഡൻറ് യൂണിയൻസിന് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ എപൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്രൗഡ് അവർ നേരിടുന്ന ഭൗതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മൂവ്മെൻ്റ് ആണ് എന്നത് അറിയായിരുന്നു. അപ്പം ജന്തർ മന്ദറിൽ ഈ ആദ്യമായിട്ട് ഇവർ വരുമ്പം ഓർമ്മയുണ്ടോന്നല്ല 50 പേരെ കണ്ടേ വന്നിട്ടുള്ളൂ, 50 പിള്ളേരെ കണ്ടേ വന്നിട്ടുള്ളൂ, വളരെ കുറവാണ്. അപ്പം അന്ന് ഈ സംഘപരിവാർ ഹാൻഡിലിൽ നിന്നൊക്കെ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. കേട്ടോ, ഇതാണോ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇവർ 50 പേരല്ലേ വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 50 പേര് വന്നതിന് ശേഷം അവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50 പേർക്ക്, ഈ 50 അല്ലെങ്കിൽ 60 പേര് അവർ വളരെ ക്ലൂലെസ് ആയിരുന്നു. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇവർക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിചയമില്ല, എങ്ങനെയാണ് ഒരു പ്രൊട്ടസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് വന്നു. ഇവരെ സംഘടിപ്പിച്ചതും ക്രൗഡ് വർക്ക് നടത്തിയതും അവിടെ ഇൻകുലാബ് സിന്ദാബാദ് എന്നും ആസാദി എന്നും ഒക്കെയുള്ള എല്ലാ സമരോജ്വലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നടത്തിയതും അവിടെ നുക്കഡ് നാട്ടക് എന്ന് പറയും, ഈ ചെറിയ സ്ട്രീറ്റ് പ്ലേസ് നടത്തിയതും അവരെ എൻ്റർടൈൻ ചെയ്തതും ഒക്കെ ഈ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് ആണ്. എസ്പെഷ്യലി ഐസ എന്ന് പറയുന്ന സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ, AISF, SFI, ഈ മൂന്ന് വിവിധ ഇടതുപക്ഷ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് ആണ് അവിടെ ഇതിൽ സമരത്തിൽ തുടക്കം തൊട്ടുണ്ടായിരുന്നത്. അവരാണ് മൊബിലൈസ് ചെയ്തത്. അവരാണ് അവിടെ ഈ നമ്മൾക്ക് അവിടെ വരുന്ന ക്രൗഡിനെ പൊളിറ്റിസൈസ് ചെയ്തത്, രാഷ്ട്രീയവൽക്കരിച്ചത്. അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ധർമ്മപ്രധാൻ്റെ ഒരു റെസിഗ്നേഷൻ മാത്രം ചോദിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് NTA എന്ന് പറയുന്ന ബില്ല് തന്നെ സ്ക്രാപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം ധർമ്മപ്രധാൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണ്.
ഒരു വ്യക്തി മാറിയതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ മീഡിയയിൽ അതൊന്നും അത്ര വലിയ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പൊതുമീഡിയ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും അഭിജിത്ത് ദീപ്കയാണ് ഇതിൻ്റെ ഒരു ലീഡറായിട്ട് കാണുന്നത്. അങ്ങനെ തന്നെയാണ് പൊതുമീഡിയയിൽ വരുന്നത്. പക്ഷേ അവിടെ ഓൺ ദ ഗ്രൗണ്ടിൽ ഈ സമരം ഇത്ര ഒരു ഇതിലേക്ക് വരാനുള്ളൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് അത് അവിടെ പോയവർക്കറിയാം. അത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. അത് അവിടെ പോയി പങ്കെടുത്ത അവിടെ ആ സമരം കണ്ട ആളുകൾക്കറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അപ്പം ഈ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് ആണ് അത് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റുഡൻറ് ഓർഗനൈസേഷന് കൃത്യമായിട്ട് ഒരു വിഷനുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. കാരണം അവർ അപ്പം സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട് എന്താണ് വേണ്ടത്. അവർ അന്ന് തൊട്ടത് പറയുന്നുണ്ട് നമ്മൾ ധർമ്മപ്രധാൻ്റെ റെസിഗ്നേഷനിൽ മാത്രം നിർത്തേണ്ടതല്ല. ആൻഡ് ഇന്നും നിങ്ങൾ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പം SFI ഡൽഹി, ഐസ ഡൽഹി ഇങ്ങനെയുള്ളവരുടെ പേജിൽ പോയി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ധർമ്മപ്രധാനെ സംബന്ധിച്ച ഫസ്റ്റ് സ്റ്റെപ്പാണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഇനി NT എന്നുള്ള സംഭവം സ്ക്രാപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇതൊരു സിസ്റ്റമിക് ചേഞ്ച് ആവത്തുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അഭിജിത്ത് ദീപ്കെ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പല തിയറികളുണ്ട്. ചിലർ പറഞ്ഞത് ഒരു ആം ആദ്മി പാർട്ടിയുടെ ഫണ്ടോടുകൂടി വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അപ്പം അവർ ചിലപ്പോൾ അതേമാതിരി ആം ആദ്മി പാർട്ടിക്ക് പോകുന്നുള്ള തിയറി ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു പാർട്ടി ഇവർ ഫോം ചെയ്യുന്നുള്ള ഒരു തിയറി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അൾട്ടിമേറ്റ്ലി ഞാൻ പേടിക്കുന്നത് ഇത് ആം ആദ്മി പാർട്ടി മാതിരി ഒരു വേറൊരു മൂവ്മെൻറ്റ് ആവരുത് എന്നതാണ്. കാരണം ആം ആദ്മി പാർട്ടി അൾട്ടിമേറ്റ്ലി എന്താണ്, കറപ്ഷനാണ് പ്രശ്നം, സിസ്റ്റത്തിൻ്റെ പ്രശ്നമില്ല. നമ്മൾ ജീവിക്കുന്ന അല്ല ഇതിനിടയ്ക്ക് ഇതുപോലൊരു പരാമർശം വരുന്നുണ്ടല്ലോ, അടുത്ത ആം ആദ്മി പാർട്ടിയാണ്, അടുത്ത കെജ്രിവാളാണ്, അങ്ങനെ ഒരു ഇതിൽ കാണുന്നുണ്ടോ? കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തിയറി ഉണ്ട്. നമുക്ക് ഭാവി പ്രവചിക്കാൻ പറ്റത്തില്ല. എന്താണ് ഇനി ശരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈവൻ കോൺഗ്രസ്സുകാർ പറയുന്നത് ഇത് BJP ഫണ്ടഡ് ആണ് എന്നും പറയുന്ന കോൺഗ്രസ് തുടക്കത്തിൽ ഈ CJPനെ കണ്ടത് ഇത് BJP ഫണ്ടഡ് ആണ് എന്നതാണ്. പക്ഷേ എനിവേസ് ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും ഇവർ വേറെ രീതിയിൽ അവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്യുന്നില്ല. രണ്ടുപേരും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേരും മുമ്പോട്ട് വയ്ക്കുന്ന കറപ്ഷൻലെസ് സിസ്റ്റമാണ് സിസ്റ്റത്തെ നയിക്കുന്നത്. പക്ഷേ കറപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. കറപ്ഷൻ അല്ല സിസ്റ്റത്തെ ബ്രോക്കൺ ആക്കുന്നത്. സിസ്റ്റം ഇറ്റ്സെൽഫ് ഇസ് ബ്രോക്കൺ. അതിനെ മാറ്റണം. അതിന് സാധാരണ എന്താ പറയുക ഈ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടുള്ള തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മാറ്റുന്ന രീതിയിലുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു അവബോധം ഉള്ള പാർട്ടിയാണ് വരേണ്ടത്. അത് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം CJP അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും അല്ല മുമ്പോട്ട് വയ്ക്കുന്നത്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുന്ന ഇടതുപക്ഷ ഏതെങ്കിലും ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം തീവ്രവാദികളാണ്, അർബൻ നക്സൽസ് ആണെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ CJPക്ക് സക്സസ് കിട്ടിയത് അവരത്ര ഒരു എക്സ്ട്രീം ആവശ്യമല്ല അവർ വെച്ചത് എന്നതും കൂടിയാണ്. കാരണം അവരെ അങ്ങനെ അർബൻ നക്സൽസ് എന്നോ അവരുടെ ഡ്രസ്സ് നോക്കി അവർ തീവ്രവാദികളാണെന്നോ ഖാലിസ്ഥാനി തീവ്രവാദികളാണെന്നോ ഒന്നും പറഞ്ഞ് മാറ്റാനോ BJPക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് പങ്കെടുത്ത പല ആളുകളും BJPയുടെ വോട്ടർ ബേസിൽ തന്നെയാണ്. കാരണം BJPയിൽ തന്നെ പല പല ക്ലാസ്സിലുള്ള ആളുകളുണ്ട്. റിച്ച് ക്ലാസ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, ലോവർ മിഡിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ആ മിഡിൽ ക്ലാസ് താഴെയുള്ള ആളുകൾക്ക് ഭയങ്കര ഗ്രീവൻസസ് ഈ സിസ്റ്റത്തിൽ നിന്നുണ്ട്. അപ്പോൾ അവരും അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കും. പക്ഷെ അവരൊക്കെ എത്രത്തോളം പൊളിറ്റിസൈസ് ആവുന്നുണ്ട്, എത്രത്തോളം അവർക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ബോധ്യം വരുന്നു എന്നതുപോലെ ഇരിക്കും. സോ ഞാൻ പറഞ്ഞ ഇനി മുതലുള്ള ചർച്ചകൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ട സിസ്റ്റം മാറ്റുന്നതിനെ പറ്റിയാണ്. ഒരു റെസിഗ്നേഷൻ എന്നത് ഗുഡ് തിങ്, അത് ബാഡ് എന്നല്ല പറഞ്ഞത്, നല്ല കാര്യം. പക്ഷെ ദാറ്റ്സ് നോട്ട് ഇനഫ്. അത് ഒരു ഓവറോൾ സൊല്യൂഷൻ അല്ല. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു റെസിഗ്നേഷൻ മാത്രമല്ല നമ്മുടെ അതിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതിൽ ഒന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. പറഞ്ഞാൽ ഇതിൽ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത കുട്ടികൾക്കെതിരെയുള്ള FIR പിൻവലിച്ചിട്ട് അവരെ ഫ്രീ ആക്കി വിടുമെന്നുള്ളതല്ലാതെ അവർ മെയിനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അപ്പാർട്ട് ഫ്രം ദി റെസിഗ്നേഷൻ അവർ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു റെസിഗ്നേഷൻ കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നേരത്തെ പറഞ്ഞ പോലെ കറപ്ഷൻ അല്ല പ്രോബ്ലം എന്ന് മനസ്സിലായി. ഇപ്പം ഈ ഒരു സിസ്റ്റം സ്ട്രക്ചർ മാറുന്നത് എന്ന് വെച്ചാൽ വലിയൊരു പ്രോസസ് അല്ലേ? അല്ല, നമ്മൾ ഓൾറെഡി ഡീസെൻട്രലൈസ് സിസ്റ്റം ആയിരുന്നു നമ്മുടെ NTA മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളായിരുന്നു ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോരോ രീതിയിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നടന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സെൻട്രലൈസ് ചെയ്തു. കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ അത് സെൻട്രലൈസ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങളാണ് ടെസ്റ്റിംഗ് ഏജൻസി. ആ ടെസ്റ്റിംഗ് ഏജൻസി അതായത് ഈ ലക്ഷക്കണക്കിന് എനിക്ക് തോന്നുന്നു 20 ലക്ഷം 30 ലക്ഷം കുട്ടികളൊക്കെയാണ് ഒരു വട്ടം ഒരു എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഇത്രയും കുട്ടികളുടെ എക്സാം നടത്തുന്ന ഈ ഏജൻസിയുടെ എംപ്ലോയീസ് എന്ന് വെച്ചാൽ 30-40 കണ്ടാണ്. മനസ്സിലായി? 30-40 എംപ്ലോയീസ്. ആൻഡ് ഈ സിസ്റ്റം ഈ NTA എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ടാക്കിയത് തന്നെ പേപ്പർ ലീക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം NTA ഏജൻസി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോ വെണ്ടറിന് ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കണം. ആ വെണ്ടർ എന്താ നോക്കുക, വെണ്ടറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ്, അല്ലേ? വെണ്ടർ ഡസൻറ്റ് കെയർ അബൌട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം.
വെണ്ടറിന് എന്താണ്, നിങ്ങൾ എക്സാം എഴുതിയാലും പാസ്സായാലും എന്താണ്. അപ്പം അവിടെ ഈ പ്രോഫിറ്റ് മോട്ടീവിൽ നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന സിസ്റ്റത്തെ മാറ്റും എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ലീക്കുകൾ നടക്കും. അപ്പോൾ ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യണം, കുറച്ചും കൂടെ ഫെഡറൽ സ്ട്രക്ചറിലേക്ക് മാറ്റണം. ഇതാണ് അവിടെയുള്ള സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസ് വർഷങ്ങളായിട്ട് പറഞ്ഞത്. ഇതിപ്പം കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വിഷയം പറഞ്ഞു തന്നെ. പക്ഷേ അതിനൊരു എന്താ പറയുക, ഒരു സ്വീകാര്യത കിട്ടിയത് CJP ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോഴാണ് സ്വീകാര്യത. പക്ഷേ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഇത് ഡീസെൻട്രലൈസ് ആവണം എന്നൊരു സംഭവം ഇപ്പോഴും മെയിൻ സ്ട്രീമിൽ ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. ആളുകൾ ഇപ്പോഴും ആ CJP അതാണ് എൻ്റെ ഒരു വിഷമം. ഈ ഒരു സംഭവം ഉണ്ടായിട്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് എൻ്റെ. ഡീസെൻട്രലൈസ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ. കാരണം ഡീസെൻട്രലൈസ് ചെയ്ത് ഇതൊരു പ്രോഫിറ്റ് മോട്ടീവ് സിസ്റ്റം ആക്കരുത്, ഇതൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആക്കരുത്. കാരണം പ്രോഫിറ്റ് ഓറിയന്റഡ് സിസ്റ്റം ആകുമ്പോൾ പിന്നെ അവരുടെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക എന്നാണ്. അല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമല്ല പിന്നെ അവിടുത്തെ മെയിൻ എയിം. എല്ലാ സിസ്റ്റവും നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ 90 കാലഘട്ടം തൊട്ടുള്ള നമ്മൾ കേൾക്കുന്ന കഥകൾ എന്താണ്, എല്ലാം ലാഭത്തിന് വേണ്ടി വിടുക, എല്ലാം ലാഭത്തിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ പണിയെടുത്താൽ മതി, നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ പ്രൈവറ്റ് ക്യാപിറ്റലും ഈ കുറേ പ്രൈവറ്റ് കമ്പനീസിന് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വളർച്ച ഉണ്ടാവും, ഇവിടെ എഫിഷ്യൻസി കൂടും, അവരാണ് കൂടുതൽ എഫിഷ്യൻറ്റ്. ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അവര് അധികാരത്തിൽ വന്നാൽ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരും എന്നുള്ളതല്ലേ? അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് രാഹുൽ ഗാന്ധി ഒട്ടും വിശ്വാസമില്ല. കാരണം കോൺഗ്രസ് തന്നെയാണ് ഇത് തുടങ്ങി വെച്ചത്, മനസ്സിലായില്ലേ? കോൺഗ്രസ് തന്നെയാണ് ഈ ഇവിടെയുള്ള ഈ പ്രൈവറ്റൈസേഷൻ തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയുടെ തന്നെ. അപ്പൊ രാഹുൽ ഗാന്ധി അതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ വെൽക്കം. പക്ഷേ രാഹുൽ ഗാന്ധി ഇതിനിടയ്ക്ക് അവർക്ക് അനുകൂലമായിട്ട് വന്ന് വരികയും തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്തല്ലോ പ്രൊട്ടസ്റ്റിന്റെ ഇടയ്ക്ക് തടഞ്ഞു വെച്ചു. അതിപ്പം നിവൃത്തിയില്ലാതെ ചെയ്യണം. പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മെയിൻ വോട്ടർ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഫ്യൂഡൽ ലോഡ്സും ഈ ക്യാപിറ്റൽ ലോഡ്സും ആണ്. ഇപ്പം നമ്മൾ ഈ ഇതുണ്ടായിരുന്നല്ലോ, എന്താ അതിൻ്റെ പേര്, എന്തോ ബോണ്ടായിരുന്നു, ഇലക്ട്രൽ ബോണ്ട് എന്ന് വെച്ചാൽ ഈ കോടീശ്വരന്മാർ ഫണ്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്ന ആർക്കാണ്? BJPക്കാണ്. സെക്കൻഡ് ആരാണ്? അതായത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പൈസ കൊടുക്കുന്നവനും കുറവ് പൈസ കൊടുക്കുന്നവരും ഒരു സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ്, രണ്ട് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പുകളും ഒരു പാർട്ടിനെ ചൂസ് ചെയ്യുന്നത് മാത്രമല്ല. അപ്പം അവർക്ക് വിരുദ്ധമായിരുന്നല്ലോ ഇത്. ഈ പ്രൈവറ്റൈസേഷന് വിരുദ്ധമായിട്ട് പോവുക എന്നത് കോൺഗ്രസിന് അവർക്ക് വേണമെങ്കിൽ അത് ആശയപരമായിട്ട് പറയാൻ പറ്റും, മുദ്രാവാക്യങ്ങളായിട്ട് പറയാൻ പറ്റുമെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര പാടാണ്. കാരണം അവരുടെ വോട്ടർ ബേസും ഈവൻ അതിനകത്തുള്ള ആളുകളും പലപ്പോഴും ബിസിനസ് ആളുകളും ഈ ഫ്യൂഡൽ ലോഡ്സും ഒക്കെ തന്നെയാണ്. അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം രാഹുൽ ഗാന്ധി അങ്ങനെ മുദ്രാവാക്യങ്ങളൊക്കെ പറയാൻ പറ്റും, പക്ഷെ അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു പൊളിറ്റിക്സ്. ഞാൻ കുറച്ച് എക്സ്ട്രീം പൊളിറ്റിക്സ് പറയുന്നു എന്ന് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവിസം പറയുന്നതല്ല, ഞാനൊരു ഒബ്ജക്റ്റീവ് കാര്യം പറയുകയാണ്. കാരണം അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു എന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നീറ്റ് പോലുള്ള എക്സാംസ് എലീറ്റ്സിന്റെ മാത്രം പ്രോബ്ലമാണ്, നമ്മുടെ പ്രശ്നങ്ങളല്ല, സാധാരണക്കാരന്റെ പ്രശ്നമല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ഈ നീറ്റ് വിഷയത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു തമിഴ് ആദിവാസി വിഭാഗത്തിലുള്ള, ആദിവാസി വിഭാഗമാണോ അതോ ദളിത് വിഭാഗമാണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് ഫാക്ട് ചെക്ക് ചെയ്യണം. പക്ഷേ SC ആണോ ST ആണോ ഗ്രൂപ്പിലുള്ള ഒരു ദളിത് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ആ വിഭാഗത്തിലുള്ള ഒരു കുട്ടിയാണ് ആദ്യം ആത്മഹത്യ ചെയ്യുന്നത്. കാരണം ഇതിപ്പം ശരിയാണ്, എന്താ പറയുന്നത്, ഈ റെപ്രസെൻറ്റേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ അണ്ടർ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അവരല്ലെങ്കിലും ബഹിഷ്കരിച്ച് ഇട്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും അവരിലും ഈ വിദ്യാഭ്യാസത്തിലേക്ക് ട്രൈ ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യർ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് ഇത് ഇൻഅക്സസിബിൾ ആയി മാറുന്നുണ്ട്, നീറ്റ് ഇൻഅക്സസിബിൾ ആണ്. അവർക്ക് മാത്രമല്ല, ഈ എലീറ്റ് മനുഷ്യർക്കും ഇൻഅക്സസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എലീറ്റ് മനുഷ്യർക്കും കൂടി ഇൻഅക്സസിബിൾ ആവുന്നു എന്നത് പ്രത്യേകിച്ചൊരു PR വർക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മുന്നേറ്റമോ ഒന്നും പറയാതെ തന്നെ അവർക്കറിയാം. അതുകൊണ്ടാണ് ഈ CJP മൂവ്മെൻറ്റ് പെട്ടെന്ന് ക്ലച്ച് പിടിക്കുന്നത്. CJP മൂവ്മെൻറ്റ് ക്ലച്ച് പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ നമ്മുടെ ഇന്ത്യയിലുള്ള സവർണ കുടുംബങ്ങളിലൊക്കെ അറിയാം, എൻ്റെ വീട്ടിൽ ഈ പ്രശ്നം ഉണ്ടെന്ന് അവർക്കറിയാം. എൻ്റെ മോനും ഇവിടെ ഞാനിപ്പോൾ ലോൺ എടുത്തിരിക്കുകയാണ്, അവന് വീണ്ടും പോയി എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മോള് ഇപ്പം 3ാമത്തെ ഇയർ റിപ്പീറ്റ് ആണെന്നൊക്കെ അവർക്കറിയാം. അപ്പം അവർക്കത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റവരുടെ എന്ന് വെച്ചാൽ അവർക്ക് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർക്ക് തഴയാൻ പറ്റുന്നുണ്ട്. ഈ ഫാർമർ പ്രൊട്ടസ്റ്റ് ഒക്കെ നമ്മുടെ വിഷയമല്ല, ഫാർമേഴ്സിന് എന്താ കഴിവില്ലാത്തത് കൊണ്ടല്ലേ, ഫാർമേഴ്സ് അപ്സ്കിൽ ചെയ്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും.
അല്ലെങ്കിൽ ഈ CA പ്രൊട്ടസ്റ്റൊക്കെ കുറേ മുസ്ലിം തീവ്രവാദികളുടെ പ്രൊട്ടസ്റ്റാണ്, നമ്മൾ കുറച്ച് നാഷണലിസ്റ്റുകളാണല്ലോ, രാജ്യസ്നേഹികളാണെന്നൊക്കെ പറഞ്ഞവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പറയാൻ പാടുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഈ അഭിജിത്ത് ദീപ്കെ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അതെ, ഇങ്ങനെ ആയിരിക്കില്ല, പ്രൊട്ടസ്റ്റ് പോകുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. അതാണ് അഭിജിത്ത് ദീപ്കയ്ക്ക് ആ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അഭിജിത്ത് ദീപ്ക ആ പ്രിവിലേജ് ഉപയോഗിച്ച് തന്നെ അയാളുടെ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ സമരം വിജയിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. പക്ഷേ ഇതൊരു അപ്പർ ക്ലാസ് പ്രശ്നം മാത്രമല്ല, നീറ്റിൻ്റെ പ്രശ്നം അപ്പർ ക്ലാസ് പ്രശ്നം മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പക്ഷേ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ, അവരുടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന കൺസേൺസ് നിങ്ങൾ നോക്കുമ്പോൾ അപ്പർ ക്ലാസ് ആളുകളാണ് കൂടുതൽ വോയിസ് റേസ് ഔട്ട് ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ അവരുടെ ഒരു ആധിപത്യമുണ്ട്. അവരൊരു വിഷയം ഏറ്റെടുത്താലാണ് അതൊരു വലിയ മുന്നേറ്റമാവുക എന്നൊരു സംഭവം, ഒരു സാഡ് റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു റെസിഗ്നേഷൻ, ഇതിനി ഒരുപാട് റെസിഗ്നേഷൻസിൽ പോകുമോ? അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിനെ ഒന്നും ഒലച്ചിട്ടില്ലേ? ഒരു ഭയം അവർക്ക് വന്നിട്ടില്ലേ? കാരണം ധർമ്മേന്ദ്ര പ്രധാൻ വെറുതെ റിസൈൻ ചെയ്യത്തില്ല, മോദിയിലേക്ക് പോകും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴല്ലേ ഈ ഒരു റെസിഗ്നേഷൻ വന്നത്. അതെ, BJP ഇത് ഒലച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ BJPക്ക് ഇവിടെ ഉള്ള ഏറ്റവും ഈസിയസ്റ്റ് സൊല്യൂഷൻ ധർമ്മപ്രധാൻ റിസൈൻ ചെയ്യുക എന്നതാണ്. കാരണം അവർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ ഈ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ വേണം എന്നില്ല. അയാൾ മാറി വേറൊരാൾ വന്നാലും മതി. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് വളരെ കഴുത്തിന് പിടിക്കുന്ന മാതിരി ആയി വരുന്നപ്പം രക്ഷപ്പെടാൻ ഇനി എന്തെങ്കിലും ചെയ്യണം. കാരണം എന്തെടുത്താലും ഒരു അടി കൊള്ളണം. അപ്പോൾ ഏത് അടി കൊള്ളണം എന്നുള്ളൊരു രീതിയിലാണ് അവർ ഈ ഡിസിഷൻ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വലിയ അടി കൊള്ളണോ, അതായത് കൂടുതൽ കുട്ടികൾ ഇവിടെ ഇറങ്ങി ഒരു വലിയൊരു ഫ്ലെയർ അപ്പ് പ്രൊട്ടസ്റ്റിലേക്ക് ഇത് പോകണോ, അതോ ചെറിയ അടി കൊടുത്ത് ഇയാളെ റിസഗ്നേഷൻ കൊടുത്ത്, അപ്പോൾ റിസഗ്നേഷൻ ചെയ്യുമ്പോൾ തന്നെ CJPയുടെ പ്രൊട്ടസ്റ്റ് കുറച്ച് കുറയും, അവസാനിച്ചു എന്ന് പറയുന്നത്. അപ്പം ഈ വമ്പൻ വിഷയങ്ങൾ, അതായത് NTA അങ്ങനെയുള്ള വിഷയങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങൾ നേടി തരാതെ ഇപ്പൊ ഈ ഒരു റെസിഗ്നേഷൻ കൊണ്ട് മാത്രം ഈ പ്രൊട്ടസ്റ്റ് അവർ അവസാനിപ്പിച്ചു. പക്ഷെ ഇതൊരു അപ്പൊ അങ്ങനെ ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ ഇനിയുള്ള വിഷയം എന്ന് വെച്ചാൽ ഇനി എന്തുതരം പ്രൊട്ടസ്റ്റുകൾ വരും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി CJP എന്തുതരം വിഷയങ്ങൾ എടുക്കും, അവരുടെ ഡയറക്ഷൻ എന്താണ്, കാരണം അവരുടെ ഒരു മെയിൻ എയിം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അവരിങ്ങനെ കുറേ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് വെക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവരുടെ ഡയറക്ഷൻ എന്താണെന്നല്ലോ. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ കൂടുതലും ഈ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എയിം അപ്പോഴും ഇപ്പോഴും ചെയ്യുവാണ്. സിസ്റ്റമിക് ചേഞ്ച് നമ്മൾ വെക്കണം, ഈ NTA സ്ക്രാപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അവർ പറയണം നമ്മൾ പ്രൊട്ടസ്റ്റ് ഇനിയും ചെയ്യും, ഇനിയും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതൊരു ചെറിയ വിക്ടറി നമുക്ക് കിട്ടി, ബട്ട് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഗോൾ, ദിസ് ഇസ് നോട്ട് ദി പ്രൈമറി ഗോൾ എന്നുള്ള രീതിയിലേക്ക് അവർ പോകുന്നുണ്ട്. അപ്പോൾ CJP ഇനി എങ്ങനെ ഡെവലപ്പ് ആവും എന്നതാണ്. CJP ഇനി വേറെ രീതിയിൽ പോയി ആം ആദ്മി ലൈനിലാണോ പോകാൻ പോകുന്നത്, എങ്ങനെയൊക്കെ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ ഇരിക്കും നമ്മുടെ ഒരു യൂത്ത് റെപ്രസെന്റേഷൻ ആണല്ലോ. അതെ, യൂത്തിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് CJP അവർ വരുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി കൂടും. അതെ, അപ്പോൾ അവരാണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ നറേറ്റീവ് ഗെയിമുകളിൽ കൺട്രോൾ ചെയ്യുന്നത് അവരുടെ നറേറ്റീവ്സാണ്. അപ്പോൾ അവരെങ്ങോട്ട് പോകും എന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമുക്ക് ഇപ്പോൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ വളരെ മിനിമലായിരുന്നു. അവർ ഇത് വന്ന ഉടനെ തന്നെ ഞങ്ങൾ സമരം നിർത്തി എന്നങ്ങ് പ്രഖ്യാപിച്ചു. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിഷയങ്ങൾ ചോദിക്കണമായിരുന്നു. നമുക്ക് കാരണം നിങ്ങൾ ജസ്റ്റ് ഒരു മന്ത്രിയുടെ റെസിഗ്നേഷൻ മാത്രമേ കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ അടി കൊണ്ടു, ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായി, അപ്പോൾ കുറച്ചും കൂടെ ബിഗർ ഡിമാൻഡ്സ് നിങ്ങൾക്ക് വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബട്ട് അത് നമുക്ക് ആഗ്രഹിക്കാം, നമ്മുടെ ആഗ്രഹങ്ങളല്ലല്ലോ റിയാലിറ്റി.